നമസ്കാരം. പുതിയൊരു കളർ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഓല S1 എയർ അവരുടെ പേയ്മെന്റ് വിൻഡോ 28 ജൂലൈ, അതായത് നാളെ തുറക്കുന്നത്. 1,10,000 രൂപയാണ് ഓല S1 എയറിന്റെ എക്സ് ഷോറൂം വില വരുന്നത്. പക്ഷേ ഈ വില 3 ദിവസത്തേക്ക് മാത്രമാണെന്നാണ് ഓല പറഞ്ഞിരിക്കുന്നത്. അതായത് ജൂലൈ 28 മുതൽ 30 വരെ. പക്ഷെ ഈ വില ഇതുവരെ 1000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അതിനുശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് 10,000 രൂപ കൂടുതൽ നൽകേണ്ടി വരും. പിന്നീടുള്ള എക്സ് ഷോറൂം പ്രൈസ് 1,20,000 രൂപയായിരിക്കും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം എക്സ് ഷോറൂം പ്രൈസ് ആണെന്ന് ഓർക്കണം. അതായത് ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ, ഹാൻഡ്ലിംഗ് ചാർജ് എല്ലാം കൂടെ എക്സ് ഷോറൂം പ്രൈസിന് പുറമെ ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് താഴെ കാണേണ്ടി വരും. അതായത് ഓല S1 എയർ ജൂലൈ 28-ന്റെയും 30-ന്റെയും ഇടയ്ക്ക് ഫുൾ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം 1,30,000 താഴെയും, അതിനുശേഷം ഫുൾ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ഓൺ ദ റോഡ് പ്രൈസ് 1,40,000 താഴെ നൽകേണ്ടി വരുമെന്നർത്ഥം. ജൂലൈ 27-ന്, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് അവരുടെ എക്സ്പീരിയൻസ് സെന്ററിൽ പോയും ബുക്ക് ചെയ്യാവുന്നതാണ്. www.olaelectric.com എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഓലയുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയോ ആണ് ബുക്ക് ചെയ്യേണ്ടത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എക്സ്പീരിയൻസ് സെന്ററിൽ പോയി പേയ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓൺലൈൻ വഴി ഇതിനു മുമ്പ് പേയ്മെന്റിന്റെ കാര്യം പലർക്കും തട്ടിപ്പുകൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർ മാത്രം ആ വഴി സ്വീകരിക്കുക. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 1,40,000 രൂപയാണ് ഓല S1 പ്രോയുടെ എക്സ് ഷോറൂം പ്രൈസ്. S1-ന് 1,30,000-ഉം നേരത്തെ പറഞ്ഞ പോലെ S1 എയർ 1000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തവർക്ക് ജൂലൈ 28-ന്റെയും 30-ന്റെയും ഇടയ്ക്ക് ഫുൾ പേയ്മെന്റ് ചെയ്താൽ 1,10,000 രൂപയ്ക്കും അതിനുശേഷം 1,20,000 രൂപയുമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഷോറൂം വിലയാണ് കേട്ടോ. 90 km/h ആണ് S1 എയറിന്റെ ടോപ്പ് സ്പീഡ്. ഓല S1-ന് 95 km/hഉം ഓല S1 പ്രോയ്ക്ക് 116 km/h ആണെന്നും നമുക്കറിയാവുന്നതാണ്. S1 എയറിന്റെ സർട്ടിഫൈഡ് റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 125 km ഓല S1-ന് 141 km ഓല S1 പ്രോയ്ക്ക് 181 km തീർച്ചയായും ട്രൂ റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ S1 എയറിൽ ഒരു 100 km റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വണ്ടി ഇറങ്ങിയതിനു ശേഷം ഒരു റേഞ്ച് ടെസ്റ്റും കംപ്ലീറ്റ് ടെസ്റ്റ് റൈഡും നടത്തുന്നുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്സ്, റിവേഴ്സ് മോഡുകൾ ഓല S1 എയറിൽ കൊടുത്തിട്ടുണ്ട്. ഓല S1-ൽ ഉള്ളതുപോലെ തന്നെ. പക്ഷെ ഹൈപ്പർ മോഡ് ഉണ്ടാവില്ലെന്ന് മാത്രം. അത് ഓല S1-ലും ഇല്ല, പ്രോയിൽ മാത്രമാണ് ഉള്ളത്. ഓല S1 പ്രോ 13 കളറുകളിലും ഓല S1 11 കളറുകളിലും ഇറങ്ങുമ്പോൾ ഓല S1 എയർ ഇറങ്ങുന്നത് 6 കളറുകളിൽ മാത്രമാണ്. മോട്ടോർ പവറിന്റെ കാര്യത്തിലാണ് കാര്യമായ വ്യത്യാസം വന്നിട്ടുള്ളത്. S1 പ്രോയുടെയും S1-ന്റെയും നോമിനൽ പവർ 5.5 കിലോവാട്ടും പീക്ക് പവർ 8.5 കിലോവാട്ടിൽ വരുന്ന മിഡ് ഡ്രൈവ് ബെൽ ഡ്രൈവ് മോട്ടോർ ആയിരുന്നെങ്കിൽ S1 എയറിൽ 2.7 കിലോവാട്ട് നോമിനൽ പവറും 4.5 കിലോവാട്ട് പീക്ക് പവറും വരുന്ന ഹബ് മോട്ടോർ ആണ്. മാത്രമല്ല S1 എയറിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. S1 പ്രോയിലും S1-ലും അത് ഡിസ്ക് ബ്രേക്ക് ആണ്. പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ ഓല S1 പ്രോ 2.9 സെക്കൻഡും ഓല S1 3.8 സെക്കൻഡും എടുക്കുമ്പോൾ ഓല S1 എയറിന് വേണ്ടത് 3.3 സെക്കൻഡ്സ് ആണ്. ഓല S1-നേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആണ് ഓല S1 എയറിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ S1 എയറിൽ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ 2 ലിറ്ററിന്റെ കുറവ് വന്നിട്ടുണ്ട്. S1 പ്രോയിലും S1-ലും 36 ലിറ്റർ ബൂട്ട് സ്പേസ് ആണെങ്കിൽ S1 എയറിൽ അത് 34 ലിറ്റർ ആണ്. അതിന് കാരണം സസ്പെൻഷനിൽ വന്ന മാറ്റമായിരിക്കണം. ഓല S1 പ്രോയിലും S1-ലും പിന്നിൽ ചെരിഞ്ഞിരിക്കുന്ന ലാറ്ററൽ മോണോഷോക്ക് എബ്സോർബർ ആയിരുന്നെങ്കിൽ S1 എയറിൽ നമ്മൾ സാധാരണ സ്കൂട്ടറുകളിൽ കണ്ടുവരാറുള്ള കുത്തനെയുള്ള ഡുവൽ സ്പ്രിംഗ് ടൈപ്പ് ഷോക്ക് എബ്സോർബർ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ S1 എയറിൽ മുന്നിലെ സസ്പെൻഷനിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. S1 പ്രോയുടെയും S1-ന്റെയും മുന്നിലെ മോണോ സസ്പെൻഷന് പകരം S1 എയറിൽ ഡുവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇനി സസ്പെൻഷൻ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമോ എന്ന പലരുടെയും പേടിക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതേപോലെ S1 എയറിന്റെ മുന്നിലെ ഫുഡ് ബോർഡ് ഫ്ലാറ്റ് ആണ്. നമുക്കറിയാം S1 പ്രോയിലെയും S1-ലെയും ഫുഡ് ബോർഡിൽ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് S1 എയറിൽ മുന്നിലെ ഫുഡ് ബോർഡിൽ സാധനങ്ങളൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ S1 എയറിലെ ഗ്രാബ് റെയിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. S1 പ്രോയിലും S1-ലും ഉണ്ടായിരുന്ന ഗ്രാബ് റെയിൽ സീറ്റിനോട് ചേർന്ന് സീറ്റിന്റെ അതേ ഉയരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ S1 എയറിൽ സീറ്റിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു റോഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ സേഫ്റ്റി നൽകുന്നതും തീർച്ചയായും S1 എയറിന്റെ ഗ്രാബ് റെയിൽ തന്നെയാണ്. കാരണം പിന്നിലിരിക്കുന്ന ആൾക്ക് അത് കൂടുതൽ സപ്പോർട്ട് നൽകും. പിന്നിലോട്ട് തെന്നി പോവാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കും.
ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 കിലോവാട്ട് അവറിന്റെ റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത ഫുഡ് ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് S1 എയറിലും കൊടുത്തിരിക്കുന്നത്. ഓല S1ന്റെ ബാറ്ററി കപ്പാസിറ്റിയും അത് തന്നെയാണ്. പക്ഷേ പ്രോയിൽ അത് 4 കിലോവാട്ട് അവർ ആണ്. അതേപോലെ 750 വാട്ട്സിന്റെ പോർട്ടബിൾ ചാർജർ തന്നെയാണ് 3 വേരിയന്റുകളിലും കൊടുത്തിട്ടുള്ളത്. S1 എയറിന്റെയും S1ന്റെയും ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ 5 മണിക്കൂറാണ് വേണ്ടത്. പക്ഷേ അത് ഓല S1 പ്രോയിലേക്ക് വരുമ്പോൾ 6.5 മണിക്കൂർ വേണ്ടിവരും. അതേപോലെ തന്നെ S1 എയറിന് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓല S1 പ്രോയ്ക്കും S1നും എല്ലോയ് വീലുകളാണ്. വണ്ടിയുടെ ഭാരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ S1 എയറിന് ഭാരം കുറവാണ്. 108 കിലോഗ്രാമാണ് എയറിന്റെ ഭാരം. അതേ സ്ഥാനത്ത് S1 പ്രോയ്ക്ക് 121 കിലോഗ്രാമും S1ന് 118 കിലോഗ്രാമുമാണ്. ഒരുപക്ഷെ മോട്ടോറിൽ വന്ന മാറ്റമാവാം അതിന് കാരണം. വണ്ടിയുടെ മൊത്തമുള്ള നീളത്തിലും ഉയരത്തിലും മാറ്റമൊന്നുമില്ലെങ്കിലും വീതിയിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. 713 മില്ലിമീറ്റർ ആണ് S1 പ്രോയുടെയും S1ന്റെയും വീതി കാണിച്ചിരിക്കുന്നത്. പക്ഷേ എയറിന് അത് 688 മില്ലിമീറ്റർ ആണ്. കാഴ്ചയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നറിയണമെങ്കിൽ വണ്ടി നമ്മുടെ കയ്യിൽ തന്നെ കിട്ടണം. അതേപോലെ സീറ്റിന്റെ നീളത്തിൽ എയറിന് 6 മില്ലിമീറ്റർ കൂടുതൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിലും ഒരു 2 മില്ലിമീറ്ററിന്റെ കൂടുതലും കാണിക്കുന്നുണ്ട്. കാഴ്ചയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങളല്ല ഇതൊന്നും. എന്നാലും ഈ ചെറിയ മാറ്റം പറഞ്ഞു എന്ന് മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് അടക്കം എല്ലാം എയറിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ മോഡ് ഒഴികെ. പിന്നെ ക്രൂസ് കൺട്രോൾ ഓല S1 എയറിൽ വരുന്നുണ്ടെന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഓല S1ൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. S1 എയറിൽ കസ്റ്റമൈസബിൾ ബൂട്ട് സ്പേസ് കൊണ്ടുവരുമെന്ന് മുന്നേ ഓല അനൗൺസ് ചെയ്തിരുന്നെങ്കിലും അവരുടെ പുതിയ അപ്ഡേറ്റിൽ അവർ ആ കാര്യം പറഞ്ഞിരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എല്ലാം ഒരേ വലിപ്പം തന്നെയാണെങ്കിലും സ്ക്രീനിന്റെ റെസൊല്യൂഷനിൽ S1 എയറിൽ കുറവ് കാണിക്കുന്നുണ്ട്. S1 പ്രോയ്ക്കും S1നും 1280/768 ആയിരുന്നെങ്കിൽ എയറിൽ അത് 800/480 ആണ്. അതേപോലെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ CBS ആണ് 3 വേരിയന്റുകളിലും കൊടുത്തിട്ടുള്ളത്. ആദ്യം ബുക്ക് ചെയ്തവർക്ക് ആദ്യം ഡെലിവറി നൽകും എന്ന രീതിയിലാണ് അവർ മുൻപും ചെയ്തിട്ടുള്ളതെങ്കിലും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ എല്ലാ റിവ്യൂവിലും പറയാറുള്ളത് പോലെ തന്നെ വണ്ടി ഇറങ്ങി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടിയതിനു ശേഷം വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. ഭൂരിഭാഗം പേരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓല S1 എയർ റോഡിലിറങ്ങും. ഓല S1 പ്രോയ്ക്കും S1നും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമായിരിക്കും അവർ ഓല S1 എയർ ഇറക്കിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അങ്ങനെ തന്നെ ആവട്ടെ. എന്നിരുന്നാലും വണ്ടിയെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ലഭിക്കാൻ അത് ഏത് വണ്ടിയായാലും കസ്റ്റമർ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓല S1 എയർ എടുക്കുന്നവരെല്ലാം ഒരുപാട് ഓടിയതിനു ശേഷം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അഭിപ്രായങ്ങൾ അറിയാം. അതറിയാൻ കാത്തിരിക്കുന്നവർക്ക് കാത്തിരിക്കാം. എന്തായാലും കസ്റ്റമർ എക്സ്പീരിയൻസ് വീഡിയോ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനു മുന്നേ S1 എയർ ഇറങ്ങിയാൽ ഉടൻ വണ്ടിയുടെ ടെസ്റ്റ് റൈഡും റേഞ്ച് ടെസ്റ്റും ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. റെഡി ക്യാഷ് കൊടുത്താണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ഒരു ഫോട്ടോ, സിഗ്നേച്ചർ ഇത്രയുമാണ് ആവശ്യം. ഭൂരിഭാഗം പേരും EMI ആയിരിക്കും താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് എല്ലാ ഓല എക്സ്പീരിയൻസ് സെന്ററുകളിലും അതിനു വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവും.